സംഘടനയായ അമ്മയിലെ തർക്കവുമായി ബന്ധപ്പെട്ട് നടി അൻസിബയുടെ പരാതിയിൽ പോലീസ് എന്ത് നടപടി സ്വീകരിക്കും? വനിതാ SIക്കും ലക്ഷ്മിപ്രിയയ്ക്കുമെതിരെ കേസെടുക്കാൻ എന്ത് തെളിവാണുള്ളത്? പരാതിയിൽ അൻസിബയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ലക്ഷ്മിപ്രിയയോടും നേരിട്ട് ഹാജരാകണമെന്ന് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരാതിയിൽ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. അതേസമയം നടൻ ടിനി ടോം സാമൂഹ്യ വിപത്താണെന്നും അയാൾക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും അൻസിബ പ്രതികരിച്ചു. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് അധിക്ഷേപിച്ചെന്ന പരാതിയിൽ തൃക്കാക്കര ACP ഓഫീസിലെത്തിയാണ് നടി അൻസിബ മൊഴി നൽകിയത്. വനിതാ സെൽ SI രേഷ്മയിൽ നിന്നും നടി ലക്ഷ്മിപ്രിയയിൽ നിന്നും നേരിട്ട ദുരനുഭവങ്ങളെക്കുറിച്ച് അൻസിബ നേരത്തെ പരാതി നൽകിയിരുന്നു. തനിക്ക് ധരിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ACPയോട് പറഞ്ഞുവെന്നും ടിനി ടോമിനെതിരെ നിയമ നടപടിക്ക് നീങ്ങുന്ന കാര്യം അഭിഭാഷകനുമായി ആലോചിച്ച ശേഷം ഉണ്ടാകുമെന്നും മൊഴി നൽകിയ ശേഷം അൻസിബ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അത് ഇവിടെ പറഞ്ഞിട്ടില്ല. അതിനിപ്പം നമ്മൾ നാളെ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അത് വൈകാതെ ഉണ്ടാവും. വളരെ സെക്യുലറായി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് അമ്മ. നമുക്ക് ക്ഷേത്രം വേണ്ട, പള്ളികൾ വേണ്ട, മസ്ജിദ് വേണ്ട, നാളെ പാർട്ടികൾ വരും. ഇതൊന്നുമില്ലാതെ 32 വർഷം നടന്നുപോയൊരു ചരിത്രം അമ്മയ്ക്കുണ്ട്. ഇപ്പോഴും സ്പോൺസേഴ്സിനെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സംഘടനയൊന്നുമല്ല എന്ന് താൻ നേതൃത്വത്തോട് പറഞ്ഞിരുന്നു. ഒരു വളരെ സെക്യുലർ ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ നമുക്ക് ടെമ്പിൾ വേണ്ട, മോസ്ക് വേണ്ട, ചേർച്ച് വേണ്ട, അല്ലെങ്കിൽ നാളെ പാർട്ടികൾ വരും, ഇതൊന്നും വേണ്ട. ഇതൊന്നും ഇല്ലാതെ തന്നെ 32 വർഷം നടന്നുപോയൊരു ചരിത്രം അമ്മയ്ക്കുണ്ട് എന്നിരിക്കെ ഇപ്പോഴും സ്പോൺസേഴ്സിനെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു സംഘടനയൊന്നും അല്ല. അൻസിബയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടി ലക്ഷ്മിപ്രിയ, തൃപ്പൂണിത്തുറയിലെ വനിതാ സെൽ SI രേഷ്മ എന്നിവരുടെ മൊഴിയെടുക്കുമെന്ന് ACP മനോജ് കുമാർ പറഞ്ഞു. അൻസിബ ഹസന് ചില മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് പരാതിയിലെ പ്രധാനപ്പെട്ട കാര്യം. ആരോപണ വിധേയമായിട്ടുള്ള വനിതാ സെല്ലിന്റെ SI രേഷ്മയുടെ മൊഴി തിങ്കളാഴ്ച രേഖപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുമെന്നും ACP പ്രതികരിച്ചു. അൻസിബ ഹസന് ചില മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് പരാതിയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുമായി ബന്ധപ്പെട്ടിട്ട് ഇനി ലക്ഷ്മിപ്രിയയുടെ മൊഴി ഞങ്ങൾ നാളെ രേഖപ്പെടുത്തുന്നുണ്ട്. ആരോപണ വിധേയമായിട്ടുള്ള വനിതാ സെല്ലിലത്തെ SI രേഷ്മയുടെ മൊഴി ഞങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസുള്ള നിഗമനത്തിൽ എത്തും. അൻസിബ ഉന്നയിച്ച വിഷയങ്ങളെ തുടർന്ന് ഇപ്പോൾ അമ്മയിലെ പ്രശ്നങ്ങളെല്ലാം പോലീസ് നടപടികളിലേക്ക് ഉൾപ്പെടെ കടന്നിരിക്കുകയാണ്. ഇതോടൊപ്പം ഈ വിഷയത്തിൽ അമ്മ നേതൃത്വം എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.